ക്യാപ്റ്റൻ മില്ലർ. ഈ ഒരു മൂവി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് മൂവി കണ്ട ഒരു ഫീൽ ആയിരുന്നു. കാരണം അത്ര കിടിലം പ്രസന്റേഷൻ ആയിരുന്നു മൂവിക്ക്. ഈ ഒരു മൂവിയുടെ തീം എന്ന് പറയുന്നത് ഒരു പീരിയഡ് വാർ ബേസ്ഡ് മൂവിയാണ്. പക്ഷെ ഒരു ഫുള്ളി ആക്ഷൻ പാക്ഡ് മൂവി അല്ല, ഒരു ക്ലാസിക് വാർ മൂവിയാണ്. നമ്മൾ ഒരുപാട് വാർ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ രീതിയിലുള്ള പ്രസന്റേഷനും ഇങ്ങനത്തെ രീതിയിലുള്ള ഒരു എക്സിക്യൂഷനും അധികം മൂവീസിൽ നമ്മൾ കണ്ടു കാണത്തില്ല. ഒരു പക്ക റോ ആയിട്ടാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി ലൈൻ എന്ന് പറയുന്നത് ഒരു 3 പാർട്ടായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വലിയ സ്റ്റോറിയാണ്. സോ ആ ഒരു സ്റ്റോറിയുടെ ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ടാണ് ക്യാപ്റ്റൻ മില്ലറിന്റെ ഫസ്റ്റ് പാർട്ട് ചെയ്തിരിക്കുന്നത്. ആ ഒരു ചെറിയ പോർഷൻ എടുത്തിട്ടാണ് ആ ഒരു മൂവി ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു സ്റ്റോറി ലൈൻ വളരെ എൻഗേജിംഗ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ സംസാരിക്കുന്ന വെച്ചാൽ ക്യാപ്റ്റൻ മില്ലർ എന്ന ഒരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു ക്യാരക്ടറിൽ ഒരു ഇവന്റിൽ പോയതിനു ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നതാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഈ മൂവിയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഫുള്ളി ആ ഒരു ക്യാപ്റ്റൻ മില്ലർ എന്ന ഒരു ക്യാരക്ടറിന്റെ ഇൻട്രൊഡക്ഷനും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നീട് ആ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ ആ ആക്ഷൻ സീക്വൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ആ ഒരു ഫസ്റ്റ് ഹാഫ് ഫുള്ളി ആ ഒരു സ്റ്റോറി നരേഷനായിട്ടൊക്കെ പോയിട്ട് പിന്നീട് സെക്കൻഡ് ഹാഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ട്. എൻ്റെ മോനെ കിഡിലോ എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ ഒരിക്കലും ഒരു ഫുള്ളി ആക്ഷൻ പാക്ഡ് മൂവി പ്രതീക്ഷ പോകരുത്. ഒരു ക്ലാസിക് മൂവി അല്ലെങ്കിൽ ഒരു ക്ലാസിക് വാർ മൂവി എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. അല്ല ഒരു ഫുള്ളി ആക്ഷൻ പാക്ഡ് മൂവി ആയിട്ടാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യണമെങ്കിൽ കുറച്ച് നിരാശയായിരിക്കും. കാരണം ആ ഒരു രീതിയിലല്ല ഈ മൂവിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. കാരണം ധനുഷിനെ പോലത്തെ ഒരു ആക്ടറുണ്ട്, ശിവരാജ്കുമാറിനെ പോലെ ഒരു ആക്ടറുണ്ട്. സോ ഇവർ രണ്ടുപേരും ഉണ്ട്. ലാർജ് സ്കെയിൽ വരുന്ന മൂവിയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് സീക്വൻസ്, ഒരുപാട് പഞ്ച് ഡയലോഗ്സ്, സ്ലോ മോഷൻസ്, ഒരുപാട് അങ്ങനത്തെ മാസ് സീക്വൻസ് ഒക്കെ ചെയ്യായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് ഈ മൂവിയുടെ ഡയറക്ടർ ആരാന്ന് അറിയാം, അരുൺ മതേശ്വരൻ. പുള്ളിക്കാരന്റെ മുമ്പുള്ള മൂവീസ് ആയിട്ടുള്ള റോക്കി, സാനിക് ആയുധം, അല്ലെങ്കിൽ ആ ഒരു മൂവിയുടെ എക്സിക്യൂഷൻ ഒക്കെ എങ്ങനെയാണോ അതേ രീതിയിൽ ഭയങ്കര റോ ആയിട്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ ഒരു POVയിലാണ് ഈ സിനിമ പോകുന്നത്. അല്ലാതെ മറ്റുള്ള ആക്ടേഴ്സും ഉണ്ട്. സോ അതുകൊണ്ട് അവർക്ക് കുറെ സീക്വൻസ് വേണം, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാർഡം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ പഞ്ച് ഡയലോഗ്സും സ്ലോ മോഷനും അങ്ങനെ ഒന്നും ഈ ഒരു മൂവിയിൽ എവിടെയും ഇല്ല. ചുമ്മാ ഒന്ന് നിന്നാൽ പോലും അത്രമാത്രം കിടിലൻ സീനാണ്. അല്ലാതെ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മറ്റേ കുറെ സ്ലോ മോഷനും കുറെ പഞ്ച് ഡയലോഗും അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് സീക്വൻസ് ഈ മൂവിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും ചെയ്യാതെ സിമ്പിളായിട്ട് ആ ഒരു സീക്വൻസ് എടുത്തിട്ടുണ്ട്. അതും അടിപൊളിയായിട്ടാണ് അങ്ങനത്തെ സീക്വൻസ് ഒക്കെ വർക്ക്ഔട്ട് ആയിട്ടുള്ളത്. ഒരു വാർ ബേസ്ഡ് മൂവി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു ബ്രിട്ടീഷിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വലിയൊരു ഗ്രൂപ്പോ അല്ലെങ്കിൽ ഒരു കൺട്രിയോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റോ അങ്ങനെയൊന്നുമല്ല. ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, ഒരു ചെറിയൊരു വില്ലേജിലെ ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പ്. സോ അങ്ങനത്തെ രീതിയിലുള്ള ഒരു വാറാണ് ഈ മൂവിയിൽ സംസാരിക്കുന്നത്. പിന്നീട് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡാണ്. ക്യാമറ, എഡിറ്റിംഗ്, DOP, കളറിംഗ്, ആർട്ട് എല്ലാം വൻ കിടിലം. അതിലും ഏറ്റവും കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് ആക്ഷൻ സീക്വൻസ് ആണ്. കാരണം നിങ്ങൾ ട്രെയിലറിൽ കണ്ടു കാണും ചില സീക്വൻസ് ഒക്കെ, അതൊക്കെ ഒരു രക്ഷയില്ല. കിടിലൻ സീക്വൻസ് ആണ്. ഇന്റർവെല്ലിന് തൊട്ടുമ്പോൾ ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. എന്റെ മോനെ കിടിലൻ സാധനമാണ്. കിടിലെന്നൊക്കെ പറഞ്ഞാൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, വേറെ ലെവൽ ഐറ്റമാണ്. അതുപോലെ തന്നെ ആ മൂവിയിൽ വന്നു പോകുന്ന എല്ലാ സീക്വൻസും. ഈ മൂവിയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് ടോട്ടലി 12 മിനിറ്റ് ഉണ്ടായിരുന്നു. അതിൽ 4 മിനിറ്റ് സെൻസർ കട്ട് ചെയ്ത്. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മോനെ, കാരണം ഉള്ള സീക്വൻസ് തന്നെ വേറെ ലെവൽ ഓഫ് പ്രസന്റേഷൻ ആണ്. ആ ഒരു 4 മിനിറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സീനായിരുന്നേനെ. പിന്നീട് എടുത്തു വേണ്ട ഈ മൂവിയിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. എല്ലാവരും, ധനുഷ് ആയാലും ശിവരാജ്കുമാർ ആയാലും മറ്റുള്ള എല്ലാ കോ ആക്ടേഴ്സ് ആയാലും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട്. ധനുഷിന്റെയും ശിവരാജ്കുമാറിന്റെ ഉള്ള ഒരു കോമ്പിനേഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട്. ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷെ ആ സീക്വൻസ് ഒക്കെ തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എന്റെ മോനെ വേറെ ലെവലാണ്. പിന്നീട് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, ഒരു പുള്ളിക്കാരൻ കൂളി ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഗൺ സപ്ലൈ ആയാലും ബോംബൊക്കെ കൊണ്ടുവരും. ഒരു ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ ആ ഒരു ക്യാരക്ടർ പൊളിയായിരുന്നു. ഈ ഒരു മൂവി മസ്റ്റ് തിയേറ്റർ വാച്ച് ആണ്. സോ ഒരിക്കലും മിസ് ചെയ്യരുത്. തിയേറ്ററിൽ തന്നെ പോയി കണ്ട ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ്. പിന്നീട് മൂവിയുടെ DOPയും എഡിറ്റിംഗും രണ്ടും ഒരു രക്ഷയില്ല. കിടിലൻ കട്ട്സും കിടിലൻ വിഷ്വൽസും ചില സീക്വൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ഈ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഇടയ്ക്ക് തന്നെ ഈ വിഷ്വലൊക്കെ ചേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ കളറൊക്കെ മാറിയുള്ള കുറെ സീക്വൻസും ആ ഒരു എഡിറ്റിംഗിലായാലും കാര്യങ്ങളൊക്കെ പക്ക അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ BGM GV പ്രകാശാണ്. സോ പറയേണ്ട കാര്യമില്ല, മൂപ്പര് പൊളിച്ചിട്ടുണ്ട്. ഓരോ സീക്വൻസ് ആ ഒരു ക്യാപ്റ്റൻ മില്ലറിന്റെ ഒരു BGM ഒക്കെ നൈസായിട്ട് എനിക്ക് തോന്നി. പക്ഷെ ചില പോർഷൻസിലൊക്കെ ആ ഒരു BGM ആ ഒരു സീക്വൻസിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ തോന്നിയ സ്ഥലത്തൊക്കെ ഭയങ്കര ഡള്ളായിട്ട് അല്ലെങ്കിൽ ഭയങ്കര ബേസിക് ആയിട്ട് പോയ ഫീൽ ആയിരുന്നു. പക്ഷെ ഓവറോൾ അടിപൊളിയായിരുന്നു. ഈ ഒരു മൂവി കാണാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ഫുള്ളി ആക്ഷൻ പാക്ഡ് മൂവി ആയിട്ട് ഒരിക്കലും ഈ മൂവിനെ അപ്രോച്ച് ചെയ്യുന്നത് ആ ഒരു സ്റ്റൈലേ അല്ല. മൂവി ക്ലാസിക് വാർ മൂവി ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു മൂവി. സോ തിയേറ്ററിൽ തന്നെ മൂവി പോയി കണ്ട ആ ഒരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുക. അധികം VFX ഷോട്ട്സ് ഒന്നുമില്ല. ഒരുപാട് സാധനം റോ ആയിട്ട് ആ ഒരു ആ ഒരു ബോംബ് ബ്ലാസ്റ്റ് ആയാലും ആക്ഷൻ സീക്വൻസ് ആയാലും പക്ക അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ആ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ കേട്ടതാണ്. ബാക്കിയെല്ലാം പക്ക റോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു ഫീൽ നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ മൂവി. സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ഓൾറെഡി ക്യാപ്റ്റൻ മില്ലർ എന്ന മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ റിവ്യൂസ് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.